ഹലോ ഗൈസ്, എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ മേഘനാഥനെ നേരിട്ട് കാണുന്നുണ്ട് അല്ലെ പ്രേക്ഷകർ. നമ്മളെല്ലാം പ്രൊമോല് കണ്ടിരുന്നു. അങ്ങനെ നമ്മുടെ കണ്ണൻ ഭയങ്കരമായിട്ട് നമ്മുടെ മേഘനാഥന്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. നീ ഇവിടെ ഉണ്ടായിട്ടാണോ നീ ആയുർവേദ ആശുപത്രിയിലാണെന്നൊക്കെ പറഞ്ഞത്, നിന്നെ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി സൈബർ സെല്ലിന്റെ വരെ സഹായം വേണ്ടി വന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മേഘനാഥന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും മനസ്സിലായി ഈ മേഘനാഥനും മഹാലക്ഷ്മിയും തമ്മിൽ എന്തൊക്കെയോ പണ്ടെന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ മേഘനാഥൻ അവളിൽ നിന്നും ഒളിച്ചു മാറി നടക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ കണ്ണൻ കുറെ പറയുന്നുണ്ട്, നീ എന്റെ ഭാര്യയെ ഒഴിവാക്കി നിർത്താൻ തുടങ്ങിയിട്ട് കുറേയായി. ഞാൻ നിന്നോട് ശരിക്കും ദേഷ്യപ്പെടേണ്ടതാണ്, പക്ഷേ എനിക്ക് വരാൻ പോയ അപകടം നിനക്ക് വന്നതിൽ പിന്നെ നിന്നോട് എനിക്ക് കുറച്ച് സഹതാപമുണ്ട്. അതിന്റെ പേരിൽ മാത്രം നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പെങ്ങാനും നീ ഇവളെ മഹാലക്ഷ്മിയെ ശല്യം ചെയ്തിട്ടുണ്ടോ? നിന്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. സാധാരണ പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോൾ നീ അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കുന്നവനല്ലേ, പിന്നെ മഹാലക്ഷ്മിയെ കാണുമ്പോൾ നീ എന്തിനാ പതറി നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മേഘനാഥനാണെങ്കിൽ ഇങ്ങനെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഇത്രയും നാളും കാണാതെ കണ്ടതല്ലേ, അതിന്റെ ഒരു ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മേഘനാഥൻ നൈസായിട്ടൊക്കെ ഒഴിഞ്ഞു മാറും കേട്ടോ. അപ്പൊ അതിനുശേഷം നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ നമ്മുടെ മേഘനാഥൻ ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നു കേട്ടോ, ഇനി എന്നെ കാണുമ്പോൾ ഒളിച്ചു മാറിയൊന്നും നടക്കാൻ ശ്രമിച്ചേക്കല്ലേ എന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കണ്ണന്റെ മുമ്പിൽ വെച്ച് ഒരു വാണിംഗ് പോലെ കൊടുക്കുന്നുണ്ടേ. അതിനുശേഷം ഇവർ തിരിച്ചു പോയതിന് പിന്നാലെ നമ്മുടെ മേഘനാഥന്റെ പെങ്ങളും അമ്മയും കൂടി ചോദിക്കുന്നുണ്ട്, എടാ നീ കല്യാണത്തിന് മുമ്പെങ്ങാനും അവളുമായിട്ട് വല്ല പ്രശ്നം ഉണ്ടായോ, നീ അതാണോ ഇങ്ങനെ മാറി നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ മേഘനാഥന്റെ അടുത്ത്. അപ്പൊ മേഘനാഥനാണെങ്കിൽ അവരെ ചീത്ത പറഞ്ഞ് ഓടിക്കുന്നുണ്ട് കേട്ടോ. ദേ മര്യാദയ്ക്ക് പൊയ്ക്കോ, ബാക്കിയുള്ളവന് ഇവിടെ തലയ്ക്ക് തീ പിടിച്ച് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് മുറിയിലേക്ക് പോകുന്നുണ്ടേ. അത് മുറിയിലേക്ക് പോയിട്ട് ബെഡ്ഷീറ്റും പില്ലോയും എല്ലാം ഇങ്ങനെ വലിച്ചെറിഞ്ഞ് തകർത്ത് പ്ലേറ്റൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാർ. ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ. കാരണം എന്താ വെച്ചാൽ മഹാലക്ഷ്മിയെ കണ്ടതിൽ പിന്നെ സകലതും ഇനി തനിക്ക് നഷ്ടപ്പെടുന്നുള്ള ഒരു ചിന്തയായി നമ്മുടെ മേഘനാഥന്. മേഘനാഥൻ എന്നിട്ട് ഈ കാര്യം നമ്മുടെ സാഗറിനെ വിളിച്ച് പറയുന്നു കേട്ടോ. അപ്പൊ സാഗർ ആണെങ്കിൽ ഇത് ഈ കാര്യം അറിയുമ്പോൾ നമ്മുടെ സാഗർ ഇങ്ങനെ ഉള്ളിൽ വിചാരിക്കുന്നുണ്ടാവും, എന്നൊക്കെ മഹാലക്ഷ്മിയുടെ മുന്നിൽ പോയി പെട്ടല്ലേ, കണക്കായി പോയി, അങ്ങനെ തന്നെ വേണോന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സാഗറിന് ഭയങ്കര സന്തോഷാട്ടോ നമ്മുടെ മേഘനാഥൻ പെട്ടത് കാര്യം അറിയുമ്പോൾ. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ മഹാലക്ഷ്മിയും നമ്മുടെ കണ്ണനും കൂടി തിരികെ നമ്മുടെ മേഘനാഥനെ കണ്ടിട്ട് തിരികെ ഓഫീസിലേക്ക് വരും കേട്ടോ. അപ്പൊ നമ്മുടെ സാഗർ ആണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയെ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ പതറിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി ആണെങ്കിൽ നമ്മുടെ സാഗറിനെ ഇങ്ങനെ നോക്കി തന്നെ ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുക. എന്നിട്ട് മഹാലക്ഷ്മി ഉള്ളിൽ പറയുന്നുണ്ട്, ഇരിക്കുന്ന കണ്ടില്ലേ കുറുക്കന്റെ പോലെ, അവന്റെ നല്ല പിള്ള ചമയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിൽ ഇങ്ങനെ നമ്മുടെ സാഗറിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിച്ചത് നമ്മുടെ മഹാലക്ഷ്മി അവിടെ ഓഫീസിലിരിക്കുമ്പോൾ നമ്മുടെ മേഘനാഥന്റെ കോള് വരുവാണ്. എന്നിട്ട് മേഘനാഥൻ പറയുന്നുണ്ട്, മഹാലക്ഷ്മി കണ്ണനോടൊന്നും പറഞ്ഞേക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇല്ല ഞാനായിട്ട് ഒരു ചെറുപ്പക്കാരന്റെ ഒരു എന്താ പറയാ ഇപ്പൊ പണി കളയുന്നില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സാഗറിന് കൊടുത്ത പോലെ തന്നെ ഒരു ആനുകൂല്യം നമ്മുടെ മേഘനാഥന് നമ്മുടെ മഹാലക്ഷ്മി കൊടുക്കുകയാണ്. എന്തിനാണല്ലേ ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണന്റെ അടുത്ത് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇത് പിന്നീട് വലിയ പ്രശ്നമാകാൻ വേണ്ടിയാണ് മഹാലക്ഷ്മി ഈ ഒരു പൊട്ടത്തരമൊക്കെ ചെയ്തു വെക്കുന്നത് അല്ലേ. എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ ഇക്കാര്യം പറയുന്നില്ല, പക്ഷേ നീ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യണം. ഈ ഓഫീസിന് വേണ്ടി നീ ആത്മാർത്ഥമായി പണിയെടുക്കുകയും വേണം. പിന്നെ വേറൊരു കാര്യം, മഞ്ജുവുമായിട്ടുള്ള കല്യാണത്തിൽ നിന്ന് നീ ഒഴിയുകയും വേണം എന്ന് പറയും. അപ്പൊ തന്നെ നമ്മുടെ മേഘനാഥന് ഇടിവെട്ടേറ്റ പോലെ ആവും കേട്ടോ. മഞ്ജുവുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചത് തന്നെ ആ സ്വത്തുക്കളൊക്കെ കിട്ടും എന്നതിന്റെ പേരിലാണ്. അപ്പൊ മഞ്ജുവുമായിട്ടുള്ള കല്യാണം ഒഴിഞ്ഞാൽ പിന്നെ സ്വത്തുക്കൾ ഒന്നും തന്നെ ഇല്ല അല്ലെ. അപ്പൊ മേഘനാഥൻ ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ അങ്ങനെ പറയില്ല, മഞ്ജുവിനും അമ്മായിക്കൊക്കെ എന്നെ ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ഞാനിത് ആരോടും പറയാതിരിക്കണമെങ്കിൽ നീയായിട്ട് തന്നെ ആ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞേ പറ്റൂ എന്ന് കർശനമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഫോണൊക്കെ വെച്ചതിന് പിന്നാലെ നമ്മുടെ മേഘനാഥൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവൾ ഇങ്ങനെ പോകുവാണെങ്കിൽ എന്നെ തീർക്കാനാണ് ഇവളുടെ ശ്രമമെങ്കിൽ അവളെ തീർക്കാൻ ഞാൻ തന്നെ നേരിട്ട് ഇറങ്ങേണ്ടി വരും എന്നൊക്കെ നമ്മുടെ മേഘനാഥനും കട്ടക്കലിപ്പിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടോ. ഒന്നല്ലെങ്കിൽ കണ്ണനെ തീർക്കും, അല്ലെങ്കിൽ മഹാലക്ഷ്മി തീർക്കും. അതാണ് നമ്മുടെ മേഘനാഥന്റെ പ്ലാൻ. അപ്പൊ ഇനി ആരുടെ ഇവര് തമ്മിൽ ഇനി ഭയങ്കര പോരാട്ടവും യുദ്ധവും തന്നെ ആയിരിക്കട്ടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണട്ടെ, ഈ ഒരു മഹായുദ്ധത്തിൽ ആർക്കായിരിക്കും വിജയം അല്ലെ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.